ഹലോ എവരി വൺ, വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ NIOS എക്കണോമിക്സിന്റെ 19th ചാപ്റ്റർ ആണ് ഡിസ്കഷൻ ചെയ്യുന്നത്. 19ാമത്തെ ചാപ്റ്റർ നമ്മൾ 18ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മനസ്സിലാക്കി. അതിനുശേഷം 19ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സപ്ലൈ. അപ്പൊ നമ്മള് സപ്ലൈയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അതിന്റെ മുന്നേ ഡിമാൻഡ് എന്താന്ന് പഠിച്ചിരുന്നു. ഇപ്പൊ ഡിമാൻഡും സപ്ലൈ ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു എക്കോണമിയിലെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ ചെയ്യണമെങ്കിൽ ആ ഒരു ഗുഡ്സിന്റെ, ആ സാധനത്തിന്റെയും സേവനത്തിന്റെയും സപ്ലൈയെ കുറിച്ച്, വിതരണത്തെ കുറിച്ച് നമ്മൾക്ക് അറിവുണ്ടായിരിക്കണം. അപ്പൊ സപ്ലൈ എന്താണ് എന്നും ആ സപ്ലൈയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കഷൻ ചെയ്യുന്നത്. നമ്മൾ ഡിമാൻഡ് മനസ്സിലാക്കി, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മനസ്സിലാക്കി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മനസ്സിലാക്കി. ഇനി നമ്മൾ 19ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സപ്ലൈ എന്ന ചാപ്റ്ററിലേക്കാണ് കടക്കുന്നത്. അപ്പൊ കുട്ടികളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഗൈഡ് എടുത്തിട്ട് പഠിക്കണം. ഗൈഡിലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ടീച്ചർ പറയല്ല ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ വരുന്ന പ്രധാന ടോപ്പിക്സുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള എക്കണോമിക്സിന്റെ ഗൈഡോ അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ബുക്കോ അത് വെച്ച് നിങ്ങൾ പഠിക്കണം. അപ്പൊ വീഡിയോ കണ്ടതിന് മാത്രം നിങ്ങൾ അത് ചെയ്യാട്ടോ. ഇപ്പൊ വീഡിയോയിൽ ടീച്ചർ മെയിൻ കാര്യങ്ങളായിരിക്കും പറഞ്ഞു തരിക. ഇപ്പൊ സപ്ലൈ എന്ന് പറഞ്ഞാൽ വിതരണമാണ്, നമുക്കറിയാം. അപ്പൊ സപ്ലൈയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത് നോക്കൂ. സപ്ലൈ എന്താ പഠിക്കണം, സപ്ലൈയുടെ ഫങ്ഷൻ മനസ്സിലാക്കണം, ലോ ഓഫ് സപ്ലൈക്ക് ചില നിയമങ്ങളുണ്ട്, അത് മനസ്സിലാക്കണം. അതേപോലെ തന്നെ സപ്ലൈ ഷെഡ്യൂളും സപ്ലൈ കർവും മനസ്സിലാക്കണം. മാർക്കറ്റ് സപ്ലൈ എന്താ നോക്കണം. സപ്ലൈയിൽ വരുന്ന മാറ്റങ്ങള്, ക്വാണ്ടിറ്റിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ഇത്രയും ടോപ്പിക്സ്, ഏകദേശം 6 ടോപ്പിക്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. അതിൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനെയാണ് ഇവിടെ സപ്ലൈ എന്ന് പറയുന്നത്? സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതരണം എന്ന് പറയും. അതായത് ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത സമയത്ത് ഒരു ഉൽപാദകൻ വിൽക്കാൻ തയ്യാറാകുന്ന ചരക്കിന്റെ അളവിനെയാണ് ഇവിടെ എന്തു പറയുന്നത്? സപ്ലൈ എന്ന് പറയുന്നത്. അപ്പൊ സപ്ലൈ എന്ന് പറഞ്ഞാല് ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത സമയത്ത് ഒരു ഉൽപാദകൻ വിൽക്കാൻ തയ്യാറാകുന്ന ആ ചരക്ക് മീൻസ് ഗുഡ്സ്, അതിന്റെ ക്വാണ്ടിറ്റി, അളവിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സപ്ലൈ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത വിലയ്ക്ക് നിശ്ചിത സമയത്ത് ഒരു ഉൽപാദകൻ വിൽക്കാൻ തയ്യാറാകുന്ന ചരക്കിന്റെ ക്വാണ്ടിറ്റി, അളവിനെയാണ് വിതരണം അഥവാ സപ്ലൈ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സപ്ലൈ പ്രധാനമായിട്ടും ഏതൊക്കെ ഘടകങ്ങളാണുള്ളത്? സപ്ലൈയെ സംബന്ധിച്ചിടത്തോളം വില ഉണ്ടായിരിക്കും, നിശ്ചിത സമയം ഉണ്ടായിരിക്കും, വിൽക്കാനുള്ള സന്നദ്ധ ഉണ്ടായിരിക്കും. അപ്പൊ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നിശ്ചിത വിലക്ക്, ഒരു എനി സർട്ടൻ പ്രൈസ്, ഒരു നിശ്ചിത വിലക്ക് ഒരു നിശ്ചിത സമയത്ത് ഒരു ഉൽപാദകൻ വിൽക്കാൻ തയ്യാറാകുന്ന ആ ചരക്കിന്റെ അളവിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സപ്ലൈ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സപ്ലൈയിൽ പ്രധാന ഘടകങ്ങൾ വിലയും സമയവും സന്നദ്ധയുമാണ്. കണ്ടോ, ഇവിടെ ഒരാള് വിൽക്കുന്നത് കണ്ടോ, ആ മാർക്കറ്റ് കണ്ടോ? ഈ മാർക്കറ്റില് ഇയാള് നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത സമയത്ത് ഒരു ഉൽപാദകൻ സാധനങ്ങൾ വിൽക്കാനുള്ള ആ ഓരോ സാധനത്തിന്റെയും അളവാണ് എന്ത്? സപ്ലൈ. ഇനി നമ്മൾക്കറിയാം, നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ ആ സപ്ലൈയെ നിർണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. സപ്ലൈ, അതായത് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ എന്ന് പറയും. സപ്ലൈ നിർണയിക്കുന്ന ഘടകങ്ങൾ. എക്സ്പ്ലെയിൻ ദ ബ്രീഫ് ദ വാല്യൂസ് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ എന്നാണ് ചോദ്യം വരിക. സപ്ലൈ നിർണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായും സപ്ലൈ നിർണയിക്കുന്ന ഘടകം സാധനത്തിന്റെ വില, ആ ഒരു ഗുഡ്സിന്റെ പ്രൈസ്, പിന്നെ ഇൻപുട്ടിന്റെ വില,
ഗവൺമെന്റ് ടാക്സ്, മറ്റ് സാധനങ്ങളുടെ വില, ടെക്നോളജി, പ്രൊഡ്യൂസേഴ്സ് ഒബ്ജക്റ്റീവ്, അതേപോലെ തന്നെ ഉൽപാദകരുടെ ലക്ഷ്യം. ഇതൊക്കെയാണ് ഒരു സപ്ലൈയെ തീരുമാനിക്കുന്ന, നിർണയിക്കുന്ന, ഡിറ്റർമൈൻ ചെയ്യുന്ന ഘടകങ്ങൾ. അപ്പൊ ഈ ഒരു ടോപ്പിക്സ് ഇങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ ചോദ്യം വരിക. അതായത് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ, സപ്ലൈ നിർണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് സപ്ലൈ ഏതൊക്കെ ഘടകങ്ങളിലൂടെയാണ് സപ്ലൈ നിർണയിക്കുക? പ്രൈസ്, സാധനത്തിന്റെ വില കൂടുമ്പോൾ എന്തും കൂടുന്ന അവിടെ പറയുന്നത് സപ്ലൈയും കൂടും. ഒരു ഗുഡ്സിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ സാധനത്തിന്റെ സപ്ലൈയും ഇൻക്രീസ് ചെയ്യും എന്നാണ് സപ്ലൈ തിയറിയിൽ പറയുന്നത്. അപ്പോ സപ്ലൈ നിർണയിക്കുന്ന ഒന്നാമത്തെ ഘടകം സാധനത്തിന്റെ വില. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ടിന്റെ വില. അതായത് ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ഇൻപുട്ടുകളാണ് വന്നു ചേർന്നിട്ടുള്ളത് വെച്ചാൽ അതിന്റെ വില. പിന്നെ ഗവൺമെന്റിന്റെ ടാക്സ്. നമുക്കറിയാം ടാക്സ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ കുറയും. കാരണം ടാക്സ് കൂടിയ ആ സാധനത്തിന്മേല് വില കൂടും. അപ്പോ ചില സാഹചര്യങ്ങളിൽ ടാക്സ് കൂടിക്കഴിഞ്ഞാല് ആ സാധനത്തിന്റെ എന്ത് കുറയും? സപ്ലൈ കുറയാൻ കാരണമാകും. ഇപ്പൊ ഗവൺമെന്റ് ടാക്സ് ഏതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്? സപ്ലൈയെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അതേപോലെ മറ്റ് സാധനങ്ങളുടെ വില നമുക്കറിയാം. ഇപ്പൊ ചായപ്പൊടിയും കാപ്പിപ്പൊടിയാണെങ്കിൽ ചായപ്പൊടിക്കാണ്, ടീ പൗഡറിനാണ് വില കൂടിയെങ്കിൽ ഏതിന്റെ ഡിമാൻഡാ കൂടുക? കോഫിയുടെ ഡിമാൻഡാണ് കൂടുക എന്ന് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സപ്ലൈയിലും ഇതേപോലത്തെ മാറ്റം ഉണ്ടാവാറുണ്ട്. ചില സാധനങ്ങളുടെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം സപ്ലൈയെ ബാധിക്കും. അതേപോലെ ടെക്നോളജി, സാങ്കേതിക വിദ്യയും ഏതിനെ തീരുമാനിക്കുന്ന ഘടകമാണ്? സപ്ലൈയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഘടകമാണ്. സാങ്കേതിക വിദ്യ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതോടുകൂടി സപ്ലൈയും ഇംപ്രൂവ്മെന്റ് വർദ്ധിക്കും. നമുക്കറിയാം ടെക്നോളജി വർദ്ധിക്കുന്നതോടുകൂടി സാധനങ്ങൾ യഥേഷ്ടം ഉണ്ടാകും. അതുകൊണ്ട് സാധനങ്ങളുടെ വിതരണത്തിന്റെ അളവും വർദ്ധിക്കാൻ കാരണമാകും. അതുകൊണ്ട് ടെക്നോളജിയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ സപ്ലൈ കൂടും. അതേപോലെ പ്രൊഡ്യൂസേഴ്സ് ഒബ്ജക്റ്റീവ്. അതേപോലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഉൽപാദകരുടെ ലക്ഷ്യങ്ങൾ ഏതിനെ സ്വാധീനിക്കുന്നുണ്ട്? സപ്ലൈയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളെ ഈ 6 ഘടകങ്ങളാണ് സപ്ലൈയെ നിർണയിക്കുന്ന ഘടകങ്ങൾ. സപ്ലൈ ഡിറ്റർമൈൻസ് ഫാക്ടേഴ്സ്. ഇപ്പൊ സപ്ലൈയെ നിർണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? സാധനത്തിന്റെ വില, ഇൻപുട്ടിന്റെ വില, ഗവൺമെന്റ് ടാക്സ്, മറ്റു സാധനങ്ങളുടെ വില, ടെക്നോളജി, പ്രൊഡ്യൂസേഴ്സ് ഒബ്ജക്റ്റീവ്. ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടായിരിക്കണം. ടീച്ചർ സപ്ലൈ എന്താന്ന് പറഞ്ഞു തന്നു. അതേപോലെ സപ്ലൈ നിർണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്നും പറഞ്ഞു തന്നു. അടുത്തത് നോക്കൂ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സപ്ലൈ ഫംഗ്ഷൻ ആണ്. സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സപ്ലൈ ഫംഗ്ഷൻ എഴുതുക? സപ്ലൈ നമ്മള് ഡിമാൻഡ് ആകുമ്പോ QD ഇട്ടിരുന്നത്. ഇപ്പൊ നമ്മൾ എന്താ ഇടുന്നത്? QF നടുന്നത് അല്ലെ? QDക്ക് പകരം നമ്മളിപ്പോ എന്താ ഇടുക? QF. സപ്ലൈ ആണ്. സപ്ലൈ നിർണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? അപ്പൊ അതിന്റെ ഫോർമുല എങ്ങനെയാണ് പറയുക? ഫംഗ്ഷൻ ഓഫ് P, PR, PF, T, TR, G. ഇത്രയും ഘടകങ്ങളാണ് സപ്ലൈ ഫംഗ്ഷൻ എന്നറിയപ്പെടുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കേട്ടോ സപ്ലൈയുടെ. QF ഈക്വൽ ഫംഗ്ഷൻ ഓഫ് P, PR, PF, T, TR, G. ഇതാണ് സപ്ലൈ ഫംഗ്ഷൻ. അതിൽ P എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ആണ്, വിലയാണ്. PR എന്ന് പറയുന്നത് എന്താണ്? സപ്ലൈയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് ആണ് PR. PF എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് വിലയാണ്. നമ്മൾ നേരത്തെ സപ്ലൈ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ പഠിച്ചില്ലേ? അത് തന്നെയാണ് സപ്ലൈ ഫംഗ്ഷനിലും വരുന്നത്. T എന്ന് പറയുന്നത് എന്താണ്? ടെക്നോളജിയാണ്. TR എന്ന് പറയുന്നത് ടാക്സ് ആണ്. G എന്ന് പറയുന്നത് ഗോൾ ഓഫ് പ്രൊഡ്യൂസർ, ഉൽപാദകന്റെ ലക്ഷ്യമാണ്. ഇവയൊക്കെ ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സപ്ലൈ ഫംഗ്ഷൻ. ഇപ്പൊ സപ്ലൈ ഫംഗ്ഷൻ എങ്ങനെയാണ് നിങ്ങൾ എഴുതുക? QF ഈക്വൽ ഫംഗ്ഷൻ ഓഫ് P, PR, PF, T, TR, G. P എന്ന് പറഞ്ഞാൽ പ്രൈസിന്റെ വില. PR എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ഗുഡ്സ് ആണ്. PF പറഞ്ഞാൽ ഇൻപുട്ട് പ്രൈസ് ആണ്. T എന്ന് പറഞ്ഞാൽ ടെക്നോളജി ആണ്. TR പറഞ്ഞാൽ ടാക്സ് ആണ്. അതേപോലെ തന്നെ G എന്ന് പറഞ്ഞാൽ ഗോൾ ഓഫ് പ്രൊഡ്യൂസർ ആണ്, ഉൽപാദകന്റെ ലക്ഷ്യമാണ്. അപ്പൊ ഇതെല്ലാം ചേരുമ്പോഴാണ് നമുക്ക് എന്ത് നിറവേറ്റാൻ സാധിക്കുക? ഒരു സപ്ലൈ ഫംഗ്ഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ സാധിക്കുക.
അടുത്തതാണ് ലോ ഓഫ് സപ്ലൈ. ലോ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ സപ്ലൈയുടെ നിയമങ്ങളാണ്. എന്താണ് സപ്ലൈയുടെ നിയമം എന്ന് പറഞ്ഞാല്, സപ്ലൈക്ക് ഒരു നിയമമുണ്ട്. പ്രൈസ് വർദ്ധിക്കുമ്പോൾ സപ്ലൈയും വർദ്ധിക്കും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈയും ഡിക്രീസ് ചെയ്യും. ഇവിടെ അതാണ് ഈ ആരോ മാർക്ക് ഇട്ടുണ്ട്. ഈ ആരോ മാർക്ക് നോക്കൂ കുട്ടികളെ. പ്രൈസ് ഇൻക്രീസ് സപ്ലൈ ഇൻക്രീസ്, വില കൂടുമ്പോൾ സപ്ലൈ കൂടുന്നു. അതേപോലെ അടുത്ത ആരോ മാർക്കിൽ നോക്കൂ. പ്രൈസ് ഡിക്രീസ് സപ്ലൈ ഡിക്രീസ്, പ്രൈസ് കുറയുന്നു വില കുറയുന്നു. അതുകൊണ്ട് തന്നെ വിലയും സപ്ലൈയും തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്, നേരനുപാതമാണ്. ഇപ്പൊ ലോ ഓഫ് സപ്ലൈ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? പ്രൈസ് വർദ്ധിക്കുമ്പോൾ സപ്ലൈയും വർദ്ധിക്കുന്നു, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈയും ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് പ്രൈസും സപ്ലൈയും ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. പ്രൈസും സപ്ലൈയും തമ്മിൽ ഏത് ബന്ധമാണ് എന്നാ പറയുന്നത്? ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. നമ്മൾ മനസ്സിലാക്കി. അതായത് അതേപോലെ അതിന്റെ ഫംഗ്ഷനും നമ്മൾ മനസ്സിലാക്കി. സപ്ലൈ ഫംഗ്ഷൻ QF ഈക്വൽ F ഫംഗ്ഷൻ ഓഫ് PR PF TR G. ഓക്കെ, അപ്പൊ നമ്മള് എന്തൊക്കെ ഇപ്പൊ പഠിച്ചു? സപ്ലൈ എന്താന്ന് പഠിച്ചു, അതേപോലെ സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയെന്ന് പഠിച്ചു, സപ്ലൈ ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുക എന്ന് പഠിച്ചു. സപ്ലൈ ഫംഗ്ഷൻ ചോദിച്ചാൽ ഈ ഫോർമുല എഴുതണം, ഇതിന് ഓരോന്നും ഇങ്ങനെ ഇട്ടിട്ട് അതിന്റെ ഓരോന്നും എന്താന്ന് എഴുതി വെക്കണം കേട്ടോ. സപ്ലൈ ഫംഗ്ഷന്റെ 3 മാർക്കിനൊക്കെ ചോദ്യം വന്നാൽ ഇത് ഇത്രയും ചെയ്തു വെക്കണം. ഇനി ലോ ഓഫ് സപ്ലൈ പഠിച്ചു. ലോ ഓഫ് സപ്ലൈ എന്താന്ന് നമുക്കറിയാം. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ഇൻക്രീസ് ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈയും ഡിക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യാൻ പ്രൈസ് വർദ്ധിക്കുമ്പോൾ സപ്ലൈയും വർദ്ധിക്കും, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈയും കുറയും. അടുത്തതാണ് ഈ സപ്ലൈയുടെ ഈ തിയറിയെ, ഈ ലോ ഓഫ് സപ്ലൈയെ നമ്മള് ഷെഡ്യൂൾ ആയിട്ടും കർവായിട്ടുമാണ് ഇവിടെ കാണിക്കുന്നത്. ലോ ഓഫ് സപ്ലൈയെ സപ്ലൈനെ നമ്മൾ എന്തൊക്കെയായിട്ടാണ് കാണിക്കുന്നത്? ഷെഡ്യൂള് പറഞ്ഞാൽ ടേബിൾ ആയിട്ടും കർവായിട്ടുമാണ് കാണിക്കുന്നത്. ഇത് നോക്കൂ. അപ്പൊ നമ്മളുടെ ലോ ഓഫ് സപ്ലൈ എന്താ നമുക്കറിയാം. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ഇൻക്രീസ് ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ഡിക്രീസ് ചെയ്യും. അതാണ് നമ്മളുടെ ലോ ഓഫ് സപ്ലൈ എന്ന തിയറി. ഇനി അതിനെ നമ്മൾ സപ്ലൈ ഷെഡ്യൂളിലൂടെയും കാണിക്കണം, സപ്ലൈ കർവിലൂടെയും കാണിക്കണം അല്ലെ. അപ്പൊ സപ്ലൈ ഷെഡ്യൂൾ നോക്കൂ. ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വില 15 ആയപ്പോൾ വിതരണം 0 ആയിരുന്നു. പിന്നെ വില 6 ആയപ്പോൾ വിതരണം 3 ആയിട്ട്, സോറി വില 15 അല്ല, വില 5 ആണ് കേട്ടോ. 6 5 ആണ്. അപ്പോ സപ്ലൈ വിതരണം എന്ന് പറയുന്നത് എന്താ? സപ്ലൈ 0 ആയിരുന്നു. പ്രൈസ് വില 6 ആയപ്പോൾ വിതരണം 3 ആയി, വില 7 ആയപ്പോൾ സപ്ലൈ 6 ആയി, വില 8 ആയപ്പോൾ സപ്ലൈ 9 ആയി, വില 9 ആയപ്പോൾ സപ്ലൈ 12 ആയി. അപ്പൊ ഇവിടെ വില കൂടുന്നതിനനുസരിച്ച് എന്തും കൂടുന്നുണ്ട്? സപ്ലൈയും കൂടുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വില 5 ആയപ്പോൾ സപ്ലൈ വിതരണം എന്ന് പറയുന്നത് സപ്ലൈനെയാണ്. സപ്ലൈ 0 ആയിരുന്നു. പ്രൈസ് 6 ആയപ്പോൾ സപ്ലൈ 3 ആയി. പിന്നെ പ്രൈസ് 7 ആയപ്പോൾ സപ്ലൈ 6 ആയി. പിന്നെ പ്രൈസ് 8 ആയപ്പോൾ സപ്ലൈ ഡബിൾ ആയി. എത്രയാണ്? 9 ആയി. പിന്നെ പ്രൈസ് 9 ആയപ്പോൾ സപ്ലൈ എത്രയായി? അതിന്റെയും ഡബിൾ ആയി, 12 ആയി. അപ്പൊ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈ അഥവാ വിതരണം വർദ്ധിക്കുന്നു എന്നാണ് ഈ ടേബിളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ അതിന്റെ ഡയഗ്രാണ് ഇവിടെ കാണിക്കുന്നത്. നോക്കൂ ആ ഡയഗ്രാം കണ്ടോ. ഇത് ഈ ഭാഗം വിലയാണ്, ഈ ഭാഗമാണ് സപ്ലൈ. വിലയിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് കണ്ടോ, ഇതിങ്ങനെ കേട്ടോ, ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ 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 ഇതുപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കർവ് വരാനുള്ള കാരണം. അപ്പൊ സപ്ലൈ കർവ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മില്ലിയും അളവും വെച്ച് ഇങ്ങനെ ഒരു ഇത് വരച്ചിട്ടാ മതി കേട്ടോ. ആ വരച്ചിട്ട അതിലുണ്ട് അതിൻ്റെ ആശയം. വില കൂടണേനനുസരിച്ചിട്ട് സപ്ലൈയും കൂടുകയാണ്. കണ്ടോ, പടിയും ഇങ്ങനെ കൂടി കൂടി വരുന്നത് കണ്ടോ. അപ്പൊ ഇതാണ് സപ്ലൈ ഷെഡ്യൂളും സപ്ലൈ കർവും. ഓക്കെ, അടുത്ത ടോപ്പിക്സിലേക്ക് പോവാം. എന്താണ് മാർക്കറ്റ് സപ്ലൈ എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നമുക്കറിയാം എല്ലാ സ്ഥാപനങ്ങളുടെയും ആകെ തുകയെയാണ്, സപ്ലൈയുടെ ആകെ തുകയാണ് എന്ത് പറയാ? മാർക്കറ്റ് സപ്ലൈ എന്ന് പറയാം.
ഒരു മാർക്കറ്റിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാവും. ആ സ്ഥാപനങ്ങളുടെ ഒക്കെ മൊത്തത്തിലുള്ള സപ്ലൈയുടെ ആകെ തുകയാണ് മാർക്കറ്റ് സപ്ലൈ. അപ്പൊ ഇവിടെ നോക്കൂ, ഒരു മാർക്കറ്റിന്റെ സപ്ലൈ, വിപണി വിതരണം അഥവാ മാർക്കറ്റ് സപ്ലൈ എന്നാണ് പറയാ. മാർക്കറ്റ് സപ്ലൈയില് നമുക്കറിയാം വ്യാപകമായ എന്തുണ്ടായിരിക്കാം, മാർക്കറ്റില് സപ്ലൈ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ഹൊറിസോണ്ടൽ ആയിരിക്കാം. അതേപോലെ ഫേം എ സപ്ലൈയുടെ എയുടെ വിതരണ മാറ്റം ഉണ്ടായിരിക്കാം. ഫേം സി സപ്ലൈയുടെ സ്ഥാപനം സിയുടെ വിതരണ മാറ്റം ഉണ്ടായിരിക്കാം. ഫേം ബി സപ്ലൈയുടെ ബിയുടെ വിതരണ മാറ്റം ഉണ്ടായിരിക്കാം. അപ്പൊ ഒരു വലിയ മാർക്കറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇതാണ് വിപണി വിതരണം അഥവാ മാർക്കറ്റ് സപ്ലൈ എന്നാണ് പറയാ. ഇതാണ് ഒരു മാർക്കറ്റ്. ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ടുണ്ടായിരിക്കാം, തിരശ്ചീനമായിട്ട് മാർക്കറ്റിൽ മാറ്റം ഉണ്ടായിരിക്കാം. ഫേം എ പറഞ്ഞാൽ എന്താണ്, എ ബി സി എന്നൊക്കെ രീതിയിലുള്ള മാർക്കറ്റുകൾ ഒരുപാട് ഉണ്ടാവില്ലേ. ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാർക്കറ്റിൽ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരിക്കും. അതിലത്തെ ഫേം എ എന്ന് പറയുന്ന ഒരു ഷോപ്പ്, ഫേം ബി എന്ന് പറയുന്ന ഒരു ഷോപ്പ്, ഫേം സി എന്ന് പറയുന്ന ഒരു ഷോപ്പ്. അപ്പൊ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അതിന് പേര് കൊടുത്തത് ഫേം എ, ഫേം ബി, ഫേം സി എന്നാണ്. അവിടെയൊക്കെ എന്തുണ്ടായിരിക്കാം, പലതരത്തിലും സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. അതിന്റെയൊക്കെ ആകെ തുകയാണ് എന്ത്, മാർക്കറ്റ് സപ്ലൈ. ഒരു വിപണിയിലെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരിക്കാം. ആ ഷോപ്പുകളിലൊക്കെ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെടാം. അതിന്റെയൊക്കെ ആകെ തുകയെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, മാർക്കറ്റ് സപ്ലൈ എന്നറിയപ്പെടുന്നത്. അടുത്തത് നോക്കൂ, നമുക്ക് സപ്ലൈ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളെ, സപ്ലൈ എക്സ്പാൻഷൻ എങ്ങനെയാവുക, കോൺട്രാക്ഷൻ എങ്ങനെയാവുക, സപ്ലൈയിൽ ഷിഫ്റ്റ് സംഭവിക്കും. റൈറ്റ് സൈഡിലേക്ക് സപ്ലൈ ഷിഫ്റ്റ് ചെയ്യും, ലെഫ്റ്റ് സൈഡിലേക്ക് സപ്ലൈ ഷിഫ്റ്റ് ചെയ്യും. റൈറ്റ് സൈഡിലേക്ക് സപ്ലൈ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇൻക്രീസിങ് സപ്ലൈ ആയിരിക്കും. ലെഫ്റ്റ് സൈഡിലേക്കാണ് സപ്ലൈ ഷിഫ്റ്റ് ചെയ്യുന്നത് വെച്ചാല് സപ്ലൈ ഡിക്രീസിങ് സപ്ലൈ ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഇനി പഠിക്കേണ്ടത് എന്താണ്, സപ്ലൈയുടെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഷിഫ്റ്റിംഗ് സപ്ലൈ ഒക്കെയാണ് ഇനി നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. സപ്ലൈയുടെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇനി ഇതൊക്കെ ഡയഗ്രായിട്ടും ടീച്ചർ പറഞ്ഞു തരും കേട്ടോ. അതായത് വില കൂടുമ്പോൾ സപ്ലൈ കർവ് മുകളിലേക്ക് ചലിക്കുക. സാധനങ്ങളുടെ വില കൂടുമ്പോൾ സപ്ലൈ കർവ് മുകളിലേക്ക് ചലിക്കുന്നതിനെയാണ്, എയിൽ നിന്നും ബിയിലേക്ക് ചലിക്കുന്നതിനെയാണ് എക്സ്പാൻഷൻ എന്ന് പറയുക. അപ്പോ എക്സ്പാൻഷൻ സപ്ലൈ കർവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ എഴുതുക, വില കൂടുമ്പോൾ സപ്ലൈ കർവ് മുകളിലേക്ക് ചലിക്കുന്നതിനെയാണ് എക്സ്പാൻഷൻ സപ്ലൈ കർവ് എന്ന് പറയാം. ഇനി കോൺട്രാക്ഷൻ സപ്ലൈ കർവ് എന്ന് പറഞ്ഞാൽ എന്താ, വില കുറയുമ്പോൾ സപ്ലൈ കർവ് താഴേക്ക് ചലിക്കുക, എയിൽ നിന്നും സിയിലേക്ക് പോരുക. അങ്ങനെ താഴേക്ക്, മറ്റേ എയിൽ നിന്നും ബി മുകളിലേക്കാണ്, പക്ഷെ ഇത് എങ്ങനെയാണ്, താഴേക്ക് പതിക്കുക. അതിനെയാണ് എന്ത് പറയാ, കോൺട്രാക്ഷൻ സപ്ലൈ എന്ന് പറയാം. സപ്ലൈ ചുരുങ്ങൽ എന്നൊക്കെ പറയും. പിന്നെ റൈറ്റ് ഷിഫ്റ്റ്. റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സപ്ലൈ കർവ് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് റൈറ്റ് ഭാഗത്ത്, വലതു ഭാഗത്ത് കൂടെ സപ്ലൈ കർവ് വർദ്ധിക്കുന്നതിനെയാണ് റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയാം. എന്നാൽ ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ, ലെഫ്റ്റ് ഷിഫ്റ്റ് പറഞ്ഞാൽ എന്താ, സപ്ലൈ കർവ് ഇടതു ഭാഗത്ത് കൂടെ, ലെഫ്റ്റ് സൈഡിൽ കൂടെ കുറഞ്ഞ് താഴേക്ക് പോരുന്നതിനെയാണ് ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയാം. ഇപ്പൊ സപ്ലൈയുടെ മാറ്റങ്ങൾ ഏതൊക്കെയാണ്, എക്സ്പാൻഷൻ ഉണ്ട്, കോൺട്രാക്ഷൻ ഉണ്ട്, ഷിഫ്റ്റിംഗ് സപ്ലൈ ഉണ്ട്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ വില കൂടുമ്പോൾ സപ്ലൈ കർവ് മുകളിലേക്ക് പോകുന്നു. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വില കുറയുമ്പോൾ സപ്ലൈ കർവ് താഴേക്ക് പോരുന്നു. പിന്നെ സപ്ലൈയുടെ റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാല് സപ്ലൈ ഇൻക്രീസ് ചെയ്യുമായിരിക്കും, വില മാറാതെ സപ്ലൈ കൂടുന്നു. വിലയ്ക്ക് ഒരു മാറ്റം ഇല്ലാതെ സപ്ലൈ കൂടുന്നതാണ് റൈറ്റ് ഷിഫ്റ്റ്. അത് ഇൻക്രീസിങ് സപ്ലൈ എന്ന് പറയും. ഇനി ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാല് ഇടത് ഭാഗത്തേക്ക് മാറുക. കാരണം എന്താണ്, വിലയിൽ മാറ്റമൊന്നും ഇല്ലെങ്കിലും സപ്ലൈ കർവ് എന്ത് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. ഈ 4 ഘട്ടമാണ് നമ്മൾക്ക് ഏതിൽ മനസ്സിലാക്കാനുള്ളത്, ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ്. എക്സ്പാൻഷൻ സപ്ലൈ, കോൺട്രാക്ഷൻ സപ്ലൈ, ഷിഫ്റ്റിംഗ് സപ്ലൈ. അടുത്തത് നോക്കൂ, ഇതിന്റെയൊക്കെ ഡയഗ്രാണ് നമ്മൾ നോക്കുന്നത്.
അപ്പൊ നമ്മള് അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇതാണ്. നമ്മൾ എക്സ്പാൻഷൻ പറഞ്ഞു, കോൺട്രാക്ഷൻ പറഞ്ഞു, ഷിഫ്റ്റ് ഇൻ സപ്ലൈ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഈ എക്സ്പാൻഷനെയും കോൺട്രാക്ഷനെയും ഷിഫ്റ്റ് ഇൻ സപ്ലൈയിലെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒക്കെയാണ് പറയാനുള്ളത്. അപ്പൊ അതിൽ എക്സ്പാൻഷൻ എങ്ങനെയാ നോക്കൂ. എങ്ങനെയാണ് എക്സ്പാൻഷൻ സപ്ലൈ കർവ് വരിക? ഇവിടെ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ലേബർ കൊടുത്തിട്ടുണ്ട്. ഇ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ആണ്. നമ്മൾ C1ഉം Q1ഉം Q2. അപ്പൊ കണ്ടോ സപ്ലൈ കർവ് ഇങ്ങനെ കണ്ടോ മുകളിലേക്ക്, ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുക. മാത്രമല്ല സപ്ലൈ കർവ് വർദ്ധിക്കുന്നത് കണ്ടോ. E1 E2 E3 ഇതൊക്കെ സാധനങ്ങൾ വാങ്ങുകയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഈ ഡയഗ്രം നിങ്ങൾ വരച്ച് പഠിക്കണം കേട്ടോ. ആദ്യം നിങ്ങൾ വെർട്ടിക്കൽ വരയ്ക്കുക, പിന്നെ ഹൊറിസോണ്ടൽ വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ Q1 വാങ്ങുന്നുണ്ട്, Q2 വാങ്ങുന്നുണ്ട്, Q3 വാങ്ങുന്നുണ്ട്. അതിന്റെ ഇക്വിലിബ്രിയം ആണ് E1 E2 E3. അപ്പോഴൊക്കെ നമ്മളുടെ സപ്ലൈ എന്ന് പറയുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസിനനുസരിച്ച് സപ്ലൈയും വർദ്ധിക്കുന്നുണ്ട്. അതിനെയാണ് എക്സ്പാൻഷൻ സപ്ലൈ എന്ന് പറയുക കേട്ടോ. അടുത്തത് കോൺട്രാക്ഷൻ സപ്ലൈ കർവ്. കോൺട്രാക്ഷൻ സപ്ലൈ കർവിന്റെ പ്രത്യേകത എന്താ? അതായത് കോൺട്രാക്ഷൻ സപ്ലൈ കർവ് ആയിരിക്കുമ്പോൾ സപ്ലൈ കർവ് ഷിഫ്റ്റ് ലെഫ്റ്റ് വാർഡ് ഫ്രം F2 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 F2. അതായത് ഇവിടെ F1 to F2. നമ്മുടെ സപ്ലൈ കർവ് F1 ആയിരുന്നു. അപ്പൊ ക്വാണ്ടിറ്റി Q1 ആയിരുന്നു. പക്ഷെ വാങ്ങുന്ന അളവ് കുറഞ്ഞു. പ്രൈസ് ഇവിടെ വർദ്ധിച്ചു, വാങ്ങുന്ന അളവ് കുറഞ്ഞപ്പോൾ സപ്ലൈ കർവ് ഇടത് ഭാഗത്തേക്ക് പോയി. ഇതാണ് കോൺട്രാക്ഷൻ സപ്ലൈ കർവ് എന്ന് പറയാം. മനസ്സിലായോ? സപ്ലൈ കർവ് ആദ്യം പ്രൈസ് P1 ആയിരുന്നു, വാങ്ങുന്ന അളവ് Q1 ആയിരുന്നു. പക്ഷെ പ്രൈസിൽ വന്ന മാറ്റം കാരണം സപ്ലൈ കുറയാൻ കാരണമായി. സപ്ലൈ കർവ് ഏത് ഭാഗത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്? ലെഫ്റ്റ് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് അത് സപ്ലൈ കർവ് ഷിഫ്റ്റ് ലെഫ്റ്റ് വാർഡ് ഫ്രം F1 to F2 ഡ്യൂ ടു ഡിക്രീസ് ഇൻ സപ്ലൈ. അപ്പൊ ഇതിനെ ഡിക്രീസ് ഇൻ സപ്ലൈ എന്നും പറയാൻ വേണമെങ്കിൽ നമുക്ക് കോൺട്രാക്ഷൻ സപ്ലൈ അതായത് സപ്ലൈ കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിനെയാണ് എന്താ പറയുക? കോൺട്രാക്ഷൻ സപ്ലൈ എന്നോ അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ സപ്ലൈ എന്നൊക്കെ പറയാം. അടുത്തത് നോക്കൂ, ഇൻക്രീസ് ഇൻ സപ്ലൈ. എന്താണ് ഇൻക്രീസ് ഇൻ സപ്ലൈ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സപ്ലൈ വർദ്ധിക്കുകയാണ് അല്ലെ. സപ്ലൈ വർദ്ധിക്കുന്നതിനെയാണ് ഇൻക്രീസ് ഇൻ സപ്ലൈ എന്ന് പറയാം. നോക്കൂ, ഇവിടെ P1 ആയിരുന്നു പ്രൈസ്, Q1 ആയി. P2 ആയിട്ട് പ്രൈസ് എന്ത് ചെയ്തു? താഴേക്ക് പോന്നപ്പോഴും ക്വാണ്ടിറ്റി സപ്ലൈ കർവിന്റെ ക്വാണ്ടിറ്റി എന്താണ്? വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സപ്ലൈ കർവ് റൈറ്റ് ഭാഗത്തേക്ക് വർദ്ധിക്കുക കേട്ടോ. S1 അറിയുന്നതാണ് സപ്ലൈ കർവ്. അതാണ് പ്രൈസ് P1 ആയിരുന്നു, ക്വാണ്ടിറ്റി Q1 ആയിരുന്നു. പക്ഷെ പ്രൈസിൽ മാറ്റം വന്നപ്പോൾ ക്വാണ്ടിറ്റിയിൽ മാറ്റം വന്നു, ക്വാണ്ടിറ്റി സപ്ലൈ വർദ്ധിച്ചു. S1 നിന്നും F2 റൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എപ്പോഴും ഡയഗ്രാം എങ്ങോട്ട് മാറണം? റൈറ്റ് സൈഡിലേക്ക് മാറണം കേട്ടോ. ഈ കർവ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ റൈറ്റിക്ക് വരയ്ക്കണം. സപ്ലൈ കർവ് ഡിക്രീസ് ചെയ്യാറുണ്ട് ഇടതിക്കും വരയ്ക്കണം. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഇൻക്രീസ് ഇൻ സപ്ലൈ ആകുകൊണ്ട് ഇൻക്രീസ് ഇൻ സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു ദ റൈറ്റ്. സപ്ലൈ കർവ് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു? റൈറ്റിലേക്ക്, വലതു ഭാഗത്തേക്ക് സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അടുത്തതാണ് ഡിക്രീസ് ഇൻ സപ്ലൈ. ഡിക്രീസ് ഇൻ സപ്ലൈ എന്ന് പറഞ്ഞാൽ സപ്ലൈ കർവ് എന്താ ചെയ്യണേ? കുറയുന്നത്. സപ്ലൈ കർവ് എന്ത് സംഭവിക്കുന്നു? സപ്ലൈ കർവിന് കുറവ് സംഭവിക്കുകയാണ്. എങ്ങനെയാണ് ആ കുറവ്? ആദ്യം സപ്ലൈ കർവ് P1 ആയിരുന്നു, ഡിക്രീസ് ഇൻ സപ്ലൈ F1 ആയിരുന്നു സപ്ലൈ കർവ്. പക്ഷെ ഇടത് ഭാഗത്തേക്ക് എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു. F2 ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. F1 ആയിരുന്നു സപ്ലൈ കർവ്. ഇതാണ് ആദ്യത്തെ കർവ്. ഇതിൽ നിന്ന് ഇടത് ഭാഗത്തേക്ക് സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്തു, ഡിക്രീസ് ചെയ്തു, കുറഞ്ഞു. ഡിക്രീസ് ഇൻ സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ് F1 F2. അതായത് F1 നിന്നും സപ്ലൈ കർവ് ഇടത് ഭാഗത്തേക്ക് F2 ആയി കുറഞ്ഞു. അപ്പോഴാണ് ഡിക്രീസ് ഇൻ സപ്ലൈ കർവ്. അപ്പൊ മക്കളെ, നമ്മളിപ്പോ സപ്ലൈ എന്താന്ന് മനസ്സിലാക്കി, സപ്ലൈയെ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി, അതേപോലെ തന്നെ സപ്ലൈ ഫങ്ഷൻ മനസ്സിലാക്കി, അതേപോലെ സപ്ലൈ ലോ ഓഫ് സപ്ലൈ മനസ്സിലാക്കി,
സപ്ലൈ ഷെഡ്യൂള്, സപ്ലൈന്റെ ടേബിൾ മനസ്സിലാക്കി, അതിന്റെ കർവ് മനസ്സിലാക്കി. പിന്നെ മാർക്കറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാർക്കറ്റില് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. ആ ഒരു മാർക്കറ്റിൽ എ എന്ന സ്ഥാപനം, ബി എന്ന സ്ഥാപനം, സി എന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അതിന്റെയൊക്കെ ആകെ തുകയാണ് മാർക്കറ്റ് സപ്ലൈ എന്ന് പറഞ്ഞു തന്നു. പിന്നെ നമ്മള് എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, ഷിഫ്റ്റിംഗ് സപ്ലൈ. എക്സ്പാൻഷൻ സപ്ലൈ പറഞ്ഞാൽ സപ്ലൈ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. കോൺട്രാക്ഷൻ സപ്ലൈ എന്ന് പറഞ്ഞാൽ സപ്ലൈയിൽ കുറവ് സംഭവിക്കുക, സപ്ലൈ ഇടത് ഭാഗത്തേക്ക് കുറഞ്ഞു പോവുക. കണ്ടോ? ഇൻക്രീസിങ് സപ്ലൈ എന്ന് പറഞ്ഞാൽ സപ്ലൈ റൈറ്റ് ഭാഗത്തേക്ക്, വലത് ഭാഗത്തേക്ക് കൂടിക്കൊണ്ടിരിക്കുക. ഇനി ഡിക്രീസിങ് സപ്ലൈ എന്ന് പറഞ്ഞാൽ സപ്ലൈ ഇടത് ഭാഗത്തേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു സപ്ലൈ എന്ന ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. പിന്നെ അടുത്തത് നോക്കൂ, സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം എന്തൊക്കെയെന്നാണ് ഈ ചോദ്യം. എന്തുകൊണ്ടാണ് ഈ സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യുന്നത്? എന്ത് കാരണം കൊണ്ടാണ് സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം? അതായത് ബെറ്റർ ടെക്നോളജി കാരണവും ലോവർ ഇൻപുട്ട് കോസ്റ്റും ലോവർ ടാക്സും ലോവർ പ്രൈസ് റിലേറ്റഡ് ഗുഡ്സും സെയിൽസ് മാക്സിമൈസേഷൻ ഒക്കെ സപ്ലൈ കർവ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കാരണമാകും. സപ്ലൈ കർവ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നാൽ എന്താ? സപ്ലൈ ഇൻക്രീസ് ചെയ്യാനാണ്. സപ്ലൈ കർവ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സപ്ലൈ വർദ്ധിക്കുക എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സപ്ലൈ വർദ്ധിക്കാനുള്ള കാരണം എന്തൊക്കെയാണ്? ഒന്ന് ബെറ്റർ ടെക്നോളജി, ലോവർ ഇൻപുട്ട് കോസ്റ്റ്, ലോവർ ടാക്സ്, ലോവർ പ്രൈസ് റിലേറ്റഡ് ഗുഡ്സ്, സെയിൽസ് മാക്സിമൈസേഷൻ. ഇതൊക്കെയാണ് സപ്ലൈ കർവ് ഇൻക്രീസ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം. എന്നാൽ സപ്ലൈ കർവ് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ? ഇൻഫീരിയർ ടെക്നോളജി. ഇൻഫീരിയർ ടെക്നോളജി പറഞ്ഞാൽ മോശം ടെക്നോളജി, ഹയർ ഇൻപുട്ട് കോസ്റ്റ്, ഒരുപാട് ചെലവ്, ഹയർ ടാക്സ്, ഹയർ പ്രൈസ് റിലേറ്റഡ് ഗുഡ്സ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ലാഭം നേടുക എന്ന ഒരു ആക്രാന്തം. അപ്പൊ ഇതൊക്കെയാണ് സപ്ലൈ കർവിന്റെ മാറ്റത്തിന് കാരണമാകുന്നത്. ഇപ്പൊ സപ്ലൈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണവും സപ്ലൈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണവും ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം ബെറ്റർ ടെക്നോളജിയും ലോവർ ഇൻപുട്ട് കോസ്റ്റും ലോവർ ടാക്സും ലോവർ പ്രൈസ് റിലേറ്റഡ് ഗുഡ്സും സെയിൽസ് മാക്സിമൈസേഷനും ആയിരുന്നു. എന്നാൽ സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം ഇൻഫീരിയർ ടെക്നോളജിയും ഹയർ ഇൻപുട്ട് കോസ്റ്റും ഹയർ ടാക്സും ഹയർ പ്രൈസ് റിലേറ്റഡ് ഗുഡ്സും പ്രോഫിറ്റ് മാക്സിമൈസേഷനുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്തതായി നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് നോക്കൂ. ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രധാന ക്വസ്റ്റ്യൻസ്. സപ്ലൈ എന്താണ്? എന്താണ് സപ്ലൈ? നമ്മൾ പറഞ്ഞു എന്താണ് സപ്ലൈ എന്ന് ടീച്ചർ പറഞ്ഞു തന്നു. എന്താണ് സപ്ലൈ? ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത സമയത്ത് ഒരു ഉൽപാദകൻ വിൽക്കാൻ തയ്യാറാകുന്ന ചരക്കിന്റെ അളവിനെയാണ്, അളവിന്റെ വിതരണത്തെയാണ് നമ്മൾ എന്ത് പറയാ? സപ്ലൈ എന്ന് പറയാ അല്ലെ. അപ്പൊ എന്താണ് സപ്ലൈ നമുക്കറിയാം. ഇനി ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ. സപ്ലൈയെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഏതൊക്കെ കാര്യങ്ങളായിരുന്നു? സാധനത്തിന്റെ വില, ഇൻപുട്ട്, ഗവൺമെന്റ് ടാക്സ്, അതേപോലെ തന്നെ പ്രൈസ് റിലേറ്റഡ് ഗുഡ്സ്, ടെക്നോളജി, പ്രൊഡ്യൂസേഴ്സ് ഒബ്ജക്റ്റീവ്, ഇതൊക്കെ സപ്ലൈയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. അതേപോലെ പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? സപ്ലൈ ഫംഗ്ഷൻ എന്താന്ന് പഠിച്ചു. സപ്ലൈ ഫംഗ്ഷൻ ഇതാണ് സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. സപ്ലൈ ഫംഗ്ഷൻ അതായത് QF ഈക്വൽ ഫംഗ്ഷൻ ഓഫ് PR, PF, TR, G. ഇതാണ് സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൽ P എന്ന് പറയുന്നത് പ്രൈസ് ആണ്, PR എന്ന് പറയുന്നത് റിലേറ്റഡ് ഗുഡ്സ് ആണ്, PF പറയുന്നത് ഇൻപുട്ട് പ്രൈസ് ആണ്, T എന്ന് പറയുന്നത് ടെക്നോളജി ആണ്, TR എന്ന് പറയുന്നത് ടാക്സ് ആണ്, G എന്ന് പറയുന്നത് ഗോൾ ഓഫ് പ്രൊഡ്യൂസർ ആണ്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? മാർക്കറ്റ് സപ്ലൈ എന്താന്ന് പഠിച്ചു. മാർക്കറ്റ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. ആ സ്ഥാപനങ്ങളുടെ ഒക്കെ ആകെ തുകയാണ് നമ്മൾ എന്താ പറയാ? മാർക്കറ്റ് സപ്ലൈ എന്ന് പറയാ. പിന്നെ നമ്മൾ അതിൽ എന്താ പഠിച്ചേ? അടുത്തത് സപ്ലൈ കർവ് എങ്ങനെയാണ്? സപ്ലൈ കർവ് എങ്ങനെയാ വരയ്ക്കുക? ഇതാണ് സപ്ലൈ ഷെഡ്യൂളും സപ്ലൈ കർവും. ഇതാണ് കേട്ടോ സപ്ലൈ കർവ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇവിടെ വില, ഇവിടെ അളവ്, സപ്ലൈ ഇങ്ങനെ
ഇതാണ് സപ്ലൈ കർവ്, ഇതതിന്റെ ഷെഡ്യൂൾ. ഓക്കെ, പിന്നെ എന്താ നമ്മളോട് ചോദ്യം വരിക? സപ്ലൈ ഡിറ്റർമിൻ, അതായത് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകങ്ങൾ നമ്മൾ എന്താന്ന് പറഞ്ഞു ടീച്ചർ. ലോ ഓഫ് സപ്ലൈ എന്താണ്? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ഇൻക്രീസ് ചെയ്യും, സപ്ലൈ ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ഡിക്രീസ് ചെയ്യും. അതാണ് ലോ ഓഫ് സപ്ലൈ. പിന്നെ ഇൻഡിവിജ്വലും മാർക്കറ്റ് സപ്ലൈയും തമ്മിലുള്ള വ്യത്യാസം. ഇൻഡിവിജ്വൽ സപ്ലൈ പറഞ്ഞാൽ ഒറ്റ സപ്ലൈ ഉണ്ടാവുള്ളൂ, മാർക്കറ്റ് സപ്ലൈ പറഞ്ഞാൽ ഒരുപാട് സപ്ലൈ ഉണ്ടായിരിക്കും. പിന്നെ സപ്ലൈ ഷെഡ്യൂളാണ് നമ്മൾ ആ ടേബിള് വഴി, ഇതാണ് സപ്ലൈ ഷെഡ്യൂൾ കേട്ടോ. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? സപ്ലൈ കർവിന്റെ ഡയഗ്രാം മനസ്സിലാക്കി, എക്സ്പാൻഷനും കോൺട്രാക്ഷനും മനസ്സിലാക്കി, ഇൻക്രീസും ഡിക്രീസും സപ്ലൈ മനസ്സിലാക്കി, മൂവ്മെന്റ് അലോങ് കർവ് ഷിഫ്റ്റ്, അതായത് സപ്ലൈ കർവിന്റെ ഷിഫ്റ്റുകൾ മനസ്സിലാക്കി, എക്സ്പാൻഷൻ സപ്ലൈ കർവ് എന്താ മനസ്സിലാക്കി, കോൺട്രാക്ഷൻ സപ്ലൈ കർവ് എന്താ മനസ്സിലാക്കി. കോൺട്രാക്ഷൻ ആയിരിക്കുമ്പോൾ സപ്ലൈ കർവ് കുറയുക, അത് എവിടേക്ക് പോവും? ഇടത് ഭാഗത്തേക്ക് പോവും. ഇൻക്രീസിങ് സപ്ലൈ, അതേപോലെ തന്നെ ഇൻക്രീസിങ് സപ്ലൈ എന്താന്ന് മനസ്സിലാക്കി. ആദ്യം F1 ആയിരുന്നു, F2 ആയിട്ട് സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അതേപോലെ ഡിക്രീസിങ് സപ്ലൈ എന്താണ്? S1 ആയിരുന്നു, പക്ഷെ F2 ആയിട്ട് ലെഫ്റ്റിക്ക് മാറും, ഇവിടെ നിന്നും ഇടത്തേക്ക് മാറുന്നതാണ് ഡിക്രീസിങ് സപ്ലൈ കർവ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സപ്ലൈ വിതരണം എന്ന ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഈ ഒരു ക്ലാസ് കേട്ടിട്ട്, റെക്കോർഡ് ക്ലാസ് കേട്ടിട്ട് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ കയ്യിലെ ഗൈഡ് ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലൈവ് സെക്ഷൻ വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാം. അതല്ലെങ്കിൽ ടീച്ചറുടെ കോണ്ടാക്ട് നമ്പറിൽ പേഴ്സണലി ചോദിച്ചിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മൾ ചെയ്തു തരും. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോ ഈ ഒരു ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്ററിന്റെ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.